ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു ശാസ്ത്രത്തിലോട്ട് എല്ലാവർക്കും സ്വാഗതം. അപ്പം നമ്മൾ ഇന്നൊരു ഡേ ഇൻ മൈ ലൈഫ് ആയിട്ടാണ് ഗൈസ് വന്നിരിക്കുന്നത്. അപ്പോൾ ഇപ്പോൾ സമയം ഒരു 8 മണിയാവാറായിട്ടുണ്ട്. സ്കൂളിൽ പോകാൻ വേണ്ടി റെഡി ആയി കണ്ടിട്ടാണ് ഗൈസ്. ഇന്ന് വെനസ്ഡേ ആയതുകൊണ്ട് വൈറ്റ് യൂണിഫോമാണ്, അതുകൊണ്ട് വൈറ്റ് റിബണൊക്കെ. അപ്പം നിങ്ങൾ തന്നെ എന്നോടൊരു കമൻറ്റ് ചോദിച്ചേച്ച് എന്താണ് ഇങ്ങനെ ഡേ ഇൻ മൈ ലൈഫ് ചെയ്യാമെന്ന് ഗൈസ്. അപ്പോൾ നമുക്ക് ഇന്ന് ഡേ ഇൻ മൈ ലൈഫ് ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പം ഇന്ന് നോമ്പാണ്ട ഗൈസ്, അതുകൊണ്ട് പ്രത്യേകിച്ചൊന്നും ഉണ്ടാവില്ല. എൻ്റെ ഡേ ഇൻ മൈ ലൈഫ് പ്രത്യേകിച്ചൊന്നുമില്ല. അപ്പോൾ ഞാൻ കുറേ നാളായിട്ട് എടുക്കണമെന്ന് വിചാരിച്ചു, പക്ഷെ എനിക്ക് മതിയാകും ഗൈസ്. അങ്ങനെ ഞാൻ എടുക്കാറില്ല. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇന്ന് നമുക്കാണ് എടുക്കാമെന്ന്. അപ്പോൾ ഡേ ഇൻ മൈ ലൈഫ് ഇനി ഇപ്പോൾ തന്നെ സ്കൂളിൽ പോകാനായിട്ട് ഇറങ്ങും. അപ്പം നമുക്ക് കാണാം. ഓക്കെ ഗൈസ്, നമുക്കപ്പം കാണാം ഗൈസ്. ഇനി നമുക്ക് സ്കൂളിൽ പോകാനായിട്ട് ഇറങ്ങാണ്ടോ. അപ്പോൾ സമയം 8:02 കഴിഞ്ഞു. അപ്പം ഇങ്ങനെ സ്കൂളിൽ പോയിട്ട് വരാം. അപ്പോൾ സ്കൂളിൽ പോകണമെങ്കിൽ അപ്പം ഇങ്ങനെ സ്കൂളിൽ പോയിട്ട് വരാം. ഞാൻ വെറുതെ പറഞ്ഞ് കൊളാക്കുന്നില്ല ഗൈസ്. സ്കൂളിൽ പോയിട്ട് നമുക്ക് വൈകിട്ടാണ്. ബൈ. பள்ளிக்கூடத்துல பாடம் படிச்சதில்ல, நாங்க நட்பு படிச்சோம். சின்ன வயசுல நாங்க அழுததில்ல, ஒன்னா சேர்ந்து சிரிச்சோம். காசுக்கு ஒரு பஞ்சம் வந்தாலும் பாசத்துக்கு பஞ்சம் இல்ல. தினம் தினம் சண்டை போட்டாலும் நெஞ்சுக்குள்ள பஞ்சம் இல்ல. ഗൈസ്, അപ്പോൾ സ്കൂളൊക്കെ വിട്ട് വന്നിട്ടുണ്ട് കേട്ടോ ഗൈസ്. ഇപ്പം ഞാൻ ഡ്രസ്സൊക്കെ മാറി മുടിയൊക്കെ കെട്ടിയിട്ടിരിക്കുന്നതാണ്. അപ്പം ഇന്ന് മദർസ് ഇല്ല ഗൈസ്. അപ്പോൾ ഇന്ന് നോമ്പും കൂടെയാണ്. അപ്പം പ്രത്യേകിച്ച് വലിയ പണിയൊന്നുമില്ല. അപ്പം അങ്ങനെ ഇരുന്നപ്പോഴാണ് ഞാൻ വിചാരിച്ചെന്നാൽ കുറച്ച് വീഡിയോസ് എടുക്കാമെന്ന്. അപ്പോൾ കുറച്ച് ഷോർട്സ് എടുക്കാറുണ്ട്, അതെടുക്കണം. പിന്നെ സ്കൂളിൽ പോയതൊക്കെ നിങ്ങൾ കണ്ടല്ലോ. സ്കൂളിൽ പോയിട്ട് വന്നു. വരുമ്പോൾ വിളിക്കാൻ വല്ല വരുമ്പോൾ ഞാൻ ഉച്ചക്കാണ്ടോ വയസ്സാണ്. അതുകൊണ്ട് ഞാൻ വന്നതിൻ്റെ വീഡിയോ ഇല്ലാണ്. വന്നപ്പോൾ ഞാൻ ഭയങ്കര ടയർഡായിരുന്നു. അപ്പം അതുകൊണ്ട് ഞാൻ പോയി ഡ്രസ്സൊക്കെ മാറ്റി ഫ്രഷ് ആയിട്ടൊക്കെ വന്നു. അപ്പോൾ ഇനി വീഡിയോസ് എടുക്കണം, കുറച്ച് ഷോർട്സ് ഒക്കെ എടുക്കണം. അതാണ് ഇങ്ങനെയുള്ള പണി. ഷോർട്സ് എടുത്ത് കഴിഞ്ഞിട്ട് ഇപ്പോൾ സമയം 5 മണിയായിട്ട് ഗൈസ്. ഷോർട്സ് എടുത്ത് കഴിഞ്ഞിട്ട് സമയം ഉണ്ടെങ്കിൽ ഉച്ചനേരം പഠിക്കും. അത് കഴിഞ്ഞിട്ട് നോമ്പ് തുറന്നിട്ട് പഠിക്കും. അപ്പോൾ സമയം ഉണ്ടാവായിരിക്കും. ചിലപ്പോൾ മടിയാവണമെങ്കിൽ നോമ്പ് തുറന്നിട്ട് പഠിക്കും. പക്ഷെ നോമ്പ് തുറന്നിട്ട് പഠിക്കാൻ മടിയാവും ഗൈസ്. നോക്കാം. എനിക്ക് പ്രൊജക്റ്റൊക്കെ ചെയ്യാനുണ്ട് ഗൈസ്. നമുക്ക് അതൊക്കെ ചെയ്യണം. നമ്മൾ വീഡിയോ എടുക്കാൻ വേണ്ടി റെഡിയാണ്. അപ്പോൾ കുറച്ച് ഷോർട്സ് എടുക്കണം. അപ്പം നമ്മൾ റെഡി ആയിട്ടും വരാം. അപ്പം ഗൈസ്, ഡ്രസ്സൊക്കെ മാറ്റി വന്നിട്ടുണ്ട്. ഹെയർ സ്റ്റൈൽ മാറ്റാനൊന്നുമില്ല ഗൈസ്. നമുക്ക് ഈ ഡ്രസ്സിൻ്റെ ഹെയർ സ്റ്റൈൽ ചെയ്ത് നോക്കാമെന്ന് വിചാരിച്ചു. കമ്മൽ വൈറ്റ്സ് ആണ് ഗൈസ്. വൈറ്റ്സ് സ്മൈലിൻ്റെ ആണ്, അതുകൊണ്ട് കമ്മൽ ഞാൻ മാറ്റാനൊന്നുമില്ല. അപ്പോൾ ഞാൻ പോയി വീഡിയോ എടുക്കട്ടെ. അപ്പോൾ വീഡിയോ എടുത്തിട്ട് വരാം. കുറച്ച് വീഡിയോസ് എടുക്കണം. അപ്പോൾ അത് കഴിഞ്ഞിട്ട് നമുക്കാണ് ഇപ്പം 5:05 ഗൈസ്. നമുക്ക് എത്ര കഴിയുമ്പോൾ നമ്മൾ വീഡിയോ എടുത്ത് കഴിയുമ്പോൾ നമുക്ക് വീഡിയോ എടുത്തിട്ട് വരാം ഗൈസ്. ഗൈസ്, അങ്ങനെ നമ്മൾ വീഡിയോ ഒക്കെ എടുത്ത് എത്തിയിട്ടുണ്ട്. ഇപ്പം സമയം 5:55 ആയിട്ട് ഗൈസ്. ഇപ്പം പോയ ഹെയർ സ്റ്റൈലൊന്നല്ല, 4 വീഡിയോ എടുത്തോളൂ ഗൈസ്. അല്ലെങ്കിൽ കുറച്ച് അധികമൊക്കെ എടുക്കണമെങ്കിൽ ഇപ്പം നോമ്പായതുകൊണ്ട് ഭയങ്കര ടയർഡായി. അപ്പം ഇങ്ങനെ ഞാൻ എടുക്കണ്ടെന്ന് വിചാരിച്ചു. ഇനി പിറ്റ് എടുക്കാമെന്ന് വെച്ചു. അപ്പോൾ വീഡിയോ ഒക്കെ എടുത്തതിന് 5:55 ഇനി നോമ്പ് പറഞ്ഞിട്ട് പഠിക്കും. ഇപ്പം ഇങ്ങനെ നാലിരുന്ന സമയമില്ലല്ലോ അധികം. അപ്പം അടുക്കളയിൽ നോമ്പ് തുറക്കാനായിട്ടുള്ള പ്രിപ്പറേഷൻസിലൊക്കെയാണ്. ഇച്ചേരം എടുത്ത വീഡിയോസ് എടുത്തണം ഗൈസ്. പിന്നെ ചില ഫോണിൽ കളിക്കണം, അങ്ങനെയൊക്കെ ഇരിക്കണം കുറച്ച് നേരം. ഇപ്പം ഇനി കമൻറ്റുകളൊക്കെ നോക്കണം കേട്ടോ ഗൈസ്. ഞാൻ കമൻറ്റുകളൊന്നും നോക്കിയിട്ടില്ല സ്കൂളിൽ നിന്ന് വന്നിട്ട്. അപ്പോൾ കമൻറ്റ് വലുതായിട്ടൊന്നും ഉണ്ടാവില്ല, 2-3 ഒക്കെ ഉണ്ടാവുള്ളൂ. അപ്പം അതൊക്കെ ഒന്ന് നോക്കണം. പിന്നെ ഇന്നിടാനുള്ള വീഡിയോ സെലക്ട് ചെയ്യണം. അങ്ങനെയൊക്കെ ഉണ്ട്. അപ്പോൾ ഇനി നമുക്ക് നോമ്പ് തുറന്നിട്ട് കാണാം ഗൈസ്. നോമ്പ് തുറക്കാനുള്ള സാധനങ്ങളൊക്കെ എന്തൊക്കെയാണെന്നൊക്കെ അറിയില്ല. പിന്നെ നമുക്ക് നോമ്പ് തുറന്നിട്ട് കാണാം. അപ്പോൾ ബൈ ഗൈസ്. അപ്പോൾ നമ്മൾ നോമ്പൊക്കെ തുറന്നു തന്നെ കേട്ടോ. അപ്പം നോമ്പ് തുറക്കണ്ട് സ്പെഷ്യൽ ഞാൻ കാണിച്ചല്ലോ. അപ്പം ഇങ്ങനെ നെക്സ്റ്റ് പഠിക്കണം. അപ്പം പഠിക്കാനായിട്ട് ഫസ്റ്റ് നമുക്ക് മാത്സ് പഠിക്കാം ഗൈസ്. അപ്പോൾ മാത്സ് ആണ് ഫസ്റ്റ് പഠിക്കണം. പിന്നെ ബേസിക് പ്രൊജക്റ്റ് ചെയ്യാനുണ്ട്. പിന്നെ മലയാളം പഠിക്കാനുണ്ട്. അങ്ങനെയൊക്കെ പഠിക്കണം. എഴുതാനല്ലേക്ക് എഴുതി തീർക്കണം. അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഫുഡ് കഴിക്കണം. അപ്പോൾ പഠിച്ചിട്ടും വരാം.
പഠിക്കണേൻ്റെ ഇടക്കുള്ളിലേക്ക് ഞാൻ കാണിക്കാം. അപ്പം പഠിക്കട്ടെ ആദ്യം പോയി. ഇപ്പം സമയം 7:20. എത്ര ഞാൻ ഇപ്പം ചെയ്യും? 8:30-9 മണിക്കുള്ളിൽ കഴിയും. അപ്പം നമുക്ക് പോയി പഠിക്കട്ടെ. ബൈ. പഠിച്ചിട്ടും വരാം. ഗായ്സ്, അപ്പം നമ്മൾ പഠിച്ചൊക്കെ കഴിഞ്ഞു. ഇപ്പം സമയം 9 മണി അടുത്തോളം ആയിട്ടുണ്ട്. അപ്പം ഇങ്ങനെ ഫുഡ് കഴിക്കണം, ഫുഡ് കഴിച്ച് കിടക്കണം. അപ്പം ഇത്രേ ഉള്ളൂ. ചെറിയൊരു കുഞ്ഞു വീഡിയോ ആണ്. ഫസ്റ്റ് ടൈം ആയതുകൊണ്ട് ഞാൻ അധികം മദർസയൊന്നും ഇല്ലല്ലോ, പിന്നെ എന്തെടുക്കാനാണ്, അധികം പ്രത്യേകിച്ചൊന്നുമില്ല. അപ്പോൾ ഈ നോമ്പായതുകൊണ്ടാണ് ഫുഡിൻ്റെ ഒന്നും അധികം ഉണ്ടാവാനത്. അപ്പം നോമ്പില്ലാത്ത ദിവസമൊക്കെ ഞാനൊരു ദിവസം എടുക്കാം. അപ്പം ഇത് ഫസ്റ്റ് ഡേ ഇൻ മൈ ലൈഫാണ് എൻ്റെ. അപ്പം അതിൻ്റെ ചെറിയൊരു പോരായ്മകളൊക്കെ ഉണ്ടാവും. അപ്പം നിങ്ങളൊക്കെ ഒന്ന് ക്ഷമിക്കാം. അപ്പം ഇങ്ങനെ ഫുഡ് കഴിക്കണം. ഫുഡ് ഇപ്പം കഴിക്കണ്ടെന്നാണൊരിത്, കുറച്ച് നേരം കഴിഞ്ഞിട്ട് കഴിക്കാം. അപ്പം ഇപ്പം വെറുതെ ഇരിക്കണം, ടി വി കണ്ടിരിക്കാമെന്ന് വിചാരിച്ചിരിക്കണേന്. അപ്പോൾ ഇന്ന് ഒരു കുഞ്ഞൊരു ഡേ ഫുഡ് കഴിക്കണം. നോമ്പൊക്കെ തുറന്നു, പഠിച്ചു. ഞാനെപ്പോഴും സ്കൂളിൽ പോകുമ്പോൾ ഡേ ഇൻ മൈ ലൈഫ് എടുക്കണമെന്ന് വിചാരിക്കും ഗൈസ്. എനിക്ക് എപ്പോഴും മടിയാവും. ഇടയ്ക്ക് ഞാൻ രാത്രി കിടക്കുമ്പോൾ ഡേ ഇൻ മൈ ലൈഫ് എടുക്കണമെന്നൊക്കെ വിചാരിച്ചായിരിക്കും കിടക്കണം. ചിലപ്പോൾ എഴുന്നേൽക്കുമ്പോൾ ലേറ്റ് ആവും. അങ്ങനെയൊക്കെ. ഇന്ന് പിന്നെ നോമ്പായതുകൊണ്ട് ഫുഡ് കഴിക്കാനൊന്നും സമയം വേണ്ടല്ലോ. അപ്പം അതുകൊണ്ട് ഞാൻ എടുക്കാമെന്ന് വിചാരിച്ചു ഗൈസ്. അപ്പോൾ ഇങ്ങനെ ഫുഡ് കഴിക്കണം, അതാണ് ഞാൻ പറഞ്ഞത് തന്നെ പറഞ്ഞുകൊണ്ടിരിക്കുന്നു ഗൈസ്. അപ്പോൾ ഇങ്ങനെ നമുക്ക് ഫുഡ് കഴിക്കാൻ നിർത്താം. പിന്നെ ഇങ്ങനെ പോയി ടി വി കണ്ടിരിക്കും. പിന്നെ ആ ഷോർട്സ് ഒന്നും ഞാൻ എഡിറ്റ് ചെയ്തിട്ടില്ല ഗൈസ്. പുറത്ത് നല്ല മഴ, നോക്കാം, ഞാൻ കാണിച്ചത് ഗൈസ്. നല്ല മഴയൊന്നുമില്ല, പൊടിയനുണ്ട് ഗൈസ്. അപ്പോൾ എന്താ പറയുക, ഇങ്ങനെ ടി വി കാണണം. ഈ പറഞ്ഞുകൊണ്ട് തന്നെ ഞാൻ പറഞ്ഞ തന്നെ കുറേ വട്ടം പറയും. എനിക്കാണെങ്കിലും സംസാരിക്കാനായി ഞാൻ ഇങ്ങനെ സംസാരിച്ചുകൊണ്ട് വെറുപ്പിക്കൂട്ടെ ഗൈസ്. സംസാരിക്കാനില്ലാത്തതുകൊണ്ട് ഇങ്ങനെ ഇരിക്കണേന്. ഇപ്പോൾ ടി വി കണ്ടിട്ടും വരാം. ഫുഡ് കഴിക്കാനുണ്ട്, ഫുഡ് കാണിച്ചതാ ഗൈസ്. എന്നിട്ട് പിന്നെ കിടക്കാം, അത്രേ ഉള്ളൂ. കുഞ്ഞൊരു ഡേ ഇൻ മൈ ലൈഫാണ്. ഞാൻ ഫുഡ് കാണിച്ചു തരാം, ഫുഡ് കഴിക്കാനിട്ട് ഫുഡ് കാണിച്ചു തരാം. അപ്പോൾ ഓക്കെ, ബൈ. ഹലോ ഗൈസ്, അപ്പോൾ ടി വി ഒക്കെ കണ്ടു വന്നു. അപ്പോൾ ഇങ്ങനെ ഞങ്ങൾ ഫുഡ് കഴിക്കാൻ പോകുമ്പോൾ ഗൈസ്. അപ്പോൾ ഫുഡ് എന്താണ് ഞാൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ, അപ്പോൾ ചിക്കൻ കറിയും ചിക്കൻ പൊരിച്ചുമാണ്. അപ്പോൾ ഫുഡ് കഴിച്ചാൽ കിടക്കട്ടെ ഗൈസ്. ഇപ്പോൾ 9:30 സമയം. ഫുഡ് കഴിച്ചാൽ കിടക്കാം. അപ്പോൾ അത്രേ ഉള്ളൂ. ഫുഡ് ഞാൻ ലാസ്റ്റ് കാണിച്ചിട്ടാട്ടോ ഗൈസ്. ഇത്രേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. അപ്പോൾ അടുത്ത വീഡിയോ കാണാം. ചാച്ച, ബൈ ബൈ. ഫുഡ് ഇടിയപ്പം, ചിക്കൻ കറി, ചിക്കൻ പൊരിച്ചത്. ചിക്കൻ കറി മേലും കൊണ്ടിട്ടു ഗൈസ്. അപ്പോൾ ശരി, ബൈ ബൈ.